Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of 4-mark questions, which is previous year questions. Okay, അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ 4-mark ക്വസ്റ്റ്യനിലെ ഏറ്റവും ലാസ്റ്റ് സെഷൻ ആണ്. അതായത് ഈ ഒരു സെഷനോട് കൂടെ നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലും 4-mark സെഷൻസ് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു പി ആൻഡ് സീക് തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഈക്വൽ ടു ക്യൂ. പ്രൂവ് ദാറ്റ് ക്യൂ ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 2p. ദിസ് ഇസ് ആസ്ക്ഡ് ഇൻ 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, 2011 ചോദിച്ചിട്ടുണ്ട്, 2012 ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് എന്തിനാണ് ഞാൻ ഈ 3 ഇയർ ഇവിടെ മെൻഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ അത് കുറച്ചു കാലം മുന്നേ ചോദിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇപ്പൊ റീസെന്റ് അത് വീണ്ടും എന്ത് ചെയ്തേക്കാണ്, റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും പഠിക്കുമ്പോൾ ഇത്രയും കാലം മുന്നേ ചോദിച്ചത് നമ്മൾ ഒരിക്കലും തപ്പിത്തെറിഞ്ഞ് പഠിക്കില്ല അല്ലെ. അപ്പൊ നമ്മളുടെ വിചാരം എന്താണ്, പാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 10 years ബിഫോർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേമാതിരി തന്നെയാണ്. അപ്പൊ അത്രയും നമ്മൾ കൺഫൈൻഡ് ആയിട്ടേ പഠിക്കുള്ളൂ. അതായത് റീസെന്റ് ആയിട്ട് ഒരു 18 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈവൻ അത്രയും ബാക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് CBSE വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അവരെത്ര ബാക്കിൽ നിന്നാണെങ്കിലും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള സമയത്തോ ഒക്കെ ചിലപ്പോൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യൂ ഇൻറ്റു പി സ്ക്വയർ, ഇത് ക്യൂവും പിക്ക് പകരം വേറെ ഏതെങ്കിലും ആൽഫബറ്റ്സ് വെച്ച് ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോറി. സോ നമുക്ക് ആദ്യം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, we are finding out p square minus 1. നമുക്ക് p square minus 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. ബിക്കോസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ഒറ്റയടിക്ക് എല്ലാം കൂടെ തെറ്റിപ്പോയാൽ നമുക്ക് ആ ഉള്ള മാർക്ക് പോലും കിട്ടില്ല. സോ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്സ് കറക്റ്റ് ആണോ അത്രയും സ്റ്റെപ്സിനുള്ള മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരുമിച്ച് അങ്ങോട്ട് സോൾവ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ബൈ പാർട്ട് സോൾവ് ചെയ്യുക. എത്രയും പാർട്ട് നിങ്ങളുടെ കറക്റ്റ് ആണോ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. സോ വി ആർ മൂവിങ് ഓൺ ടു സോൾവ് ദാറ്റ് bracket term, that is p square minus 1. p square minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is sin theta plus cos theta the whole square minus 1. If we are expanding it by the formula a plus b the whole square, we will be getting it as sin square theta plus cos square theta plus 2 sin theta cos theta minus 1. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. ഞാൻ ഇവിടെ ഐഡന്റിറ്റി ആയിട്ട് ഇവിടെ സൈഡിൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും യു ഷുഡ് റൈറ്റ് ഇറ്റ് ആസ് ഐഡന്റിറ്റി. ഒരു റീസൺ എന്നുള്ള രീതിക്ക് നിങ്ങൾ അത് ഇവിടെ കോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അത്രയും കോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റീസൺ സ്പെസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നുള്ളത് സൈഡിൽ ഒരു ഐഡന്റിറ്റി ആയിട്ട് എഴുതി വെക്കാം. പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 1ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 2 sin theta cos theta. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് ടേം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 sin theta cos theta കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് മൾട്ടിപ്ലൈ ദിസ് ടേം 2 sin theta cos theta വിത്ത് ക്യൂ. ക്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ക്യൂ ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു, ക്യൂ എന്നാണ്? ഇറ്റ് ഇസ് സീക് തീറ്റ പ്ലസ് കൊസീക് തീറ്റ into 2 sin theta cos theta. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ടേമും ഈ ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് 2 ഇൻറ്റു സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് 2 ഇൻറ്റു കൊസീക് തീറ്റ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓരോ ടേം വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഇനി RHSലേക്ക് നോക്കി നോക്കുക. RHSൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും കോസും ആണ് അല്ലെ. അപ്പൊ ഇവിടെ സൈനും കോസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള കൊസീക്കും സീക്കും നമുക്ക് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സീക്ക് ആസ് 1 by cos.
and cosec as 1 by sin into sin theta cos theta. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? RHS നിന്നാണ് കിട്ടുന്നത്. 2 into p. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും കോസും മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന രണ്ട് ടേം ആണ് സീക്കും കൊസീക്കും. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് സീക്ക് ആൻഡ് കൊസീക്ക് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് കേട്ടോ. ഓക്കെ, ഞാൻ പി ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നുള്ളത്. ഓർ ഈ ഒരു കോസ് തീറ്റയും ഈ ഒരു കോസ് തീറ്റയും കട്ട് കളഞ്ഞാൽ ഇറ്റ് ഈസ് 2 സൈൻ തീറ്റ. ആൻഡ് ഇഫ് യു ആർ ക്യാൻസലിംഗ് ദിസ് ആൻഡ് സൈൻ തീറ്റ ആൻഡ് സൈൻ തീറ്റ, യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 2 കോസ് തീറ്റ. ഓർ 2 ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്താണ്? പി ആണ് അല്ലെ. Therefore നമുക്ക് എന്ത് കിട്ടി? q into p square minus 1 എന്ത് തന്നെയാണ് കിട്ടി? 2p ആണ് കിട്ടി. Therefore we have got that q into p square minus 1 is equal to 2p itself. ഇത്രയും എഴുതിയിട്ട് വേണം നിങ്ങൾ ആൻസർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മാത്സ് എഴുതുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റുകളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ക്വസ്റ്റ്യൻ എഴുതും. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി 2 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും വെട്ടുകൾ തുടങ്ങും. പിന്നെ ഒരു സ്റ്റെപ്പ് എഴുതി പിന്നെ ഒരു വെട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത്രയും സ്ട്രൈക്ക് ഓഫ്സ് വരുത്തുന്നത്. അപ്പൊ ശരിക്കും ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ അത് നോക്കുന്ന സമയത്ത് ടീച്ചർക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അത് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത്. അപ്പൊ അവരത് കൂടുതലായിട്ട് നോക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ പേപ്പർ വളരെയധികം നീറ്റും അധികം തെറ്റും വെട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ തെറ്റുകൾ വെട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുത്താണ്ടിരിക്കുക. അതേമാതിരി തന്നെ എഴുതുമ്പോൾ വലുതാക്കി എഴുതാൻ നോക്കുക. അതായത് വളരെ ചെറുതായിട്ട്, ഇപ്പോഴും നമ്മൾ കാണുന്നതാണ് കുട്ടികൾ വളരെ ചെറുതാക്കി എഴുതുന്നത്. ചെറുതാക്കി എഴുതരുത്. ബിക്കോസ് നമ്മളുടെ ഏജിലുള്ള ടീച്ചേഴ്സ് അല്ല നമ്മളുടെ പേപ്പർ വാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വലിയ വലിയ സ്കൂളിലത്തെ വലിയ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ദിവസമൊക്കെ അവർക്ക് കുറെ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ ഒരു ആൻസർ ഷീറ്റ് വളരെ ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് വലുതാക്കി എല്ലാവർക്കും കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യാം. പിന്നെ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു പേപ്പറിന്റെ സൈഡിൽ വർക്കിംഗ് കോളം മസ്റ്റ് ആണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തോ ചെയ്തില്ലയോ എന്തോ ആയിക്കോട്ടെ, യു ഷുഡ് ഡ്രോ എ വർക്കിംഗ് കോളം. ഓക്കെ, വർക്കിംഗ് കോളം ന്യൂമറിക്കൽ പേപ്പേഴ്സിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതേമാതിരി തന്നെ കുറെ പേര് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ ഇപ്പൊ നമ്മൾ ഈ എഴുതിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പെൻസിലോണ്ട് അവർ എഴുതും. ഓക്കെ, പെൻസിലോണ്ട് ആദ്യം എഴുതിയെല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഈ പെൻസിലൊക്കെ ഇരുന്ന് മാച്ചിട്ട് വീണ്ടും അത് പേനോണ്ട് ആക്കും. എത്ര നേരമാണ് നമ്മളുടെ അത് പോകുന്നത്? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്ക് എന്ത് കാൽക്കുലേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കിംഗ് കോളത്തിൽ ചെയ്യുക. വൺസ് ആ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരയ്ക്കെടുത്ത് എഴുതിയാൽ മതി. നിങ്ങൾ മെയിൻ ഷീറ്റിൽ മൊത്തം ഇരുന്ന് പെൻസിലോണ്ട് എഴുതി അത് പെൻസിലോണ്ട് മാച്ച്, അപ്പൊ തന്നെ മെയിൻ ഷീറ്റ് എന്തായി? ഒരു അൺടൈഡി ആയി പോയി അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ക്ലീൻ ആയിട്ടുള്ള പേപ്പറിനെ വൃത്തികേടാക്കരുത്. പെൻസിലോണ്ട് മാച്ച് കഴിഞ്ഞാൽ എത്ര തന്നെയായാലും നമ്മൾ ആ എഴുതിയ പാടുകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ നമ്മളുടെ സമയം വെറുതെ കുറെ വേസ്റ്റ് ആവാണ്. പിന്നെ നമ്മൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിലോണ്ട് എഴുതിയത് അങ്ങനെ തന്നെ വെക്കും. അപ്പൊ പെൻസിലോണ്ട് എഴുതിയത് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് കുറവാണ്. ഈവൻ ദോ നമ്മൾ പെൻസിലോണ്ട് എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത് ബോൾ പെന്നോണ്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെന്നുകൊണ്ട് യൂസ് ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പെന്നോണ്ട് എഴുതാണ്ട് പെൻസിലോണ്ട് എഴുതി കഴിഞ്ഞാൽ ഈവൻ ദോ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും അവിടെ മാർക്ക് കിട്ടണമെന്നില്ല. പിന്നെ മാർജിനിൽ ക്വസ്റ്റ്യൻ നമ്പർ മാൻഡേറ്ററി ആണ്. ഇപ്പോഴും പല കുട്ടികളും അതെ നമ്മൾ കാണുന്നതാണ്, പല കുട്ടികളും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാൻ വിട്ടുപോവാണ്.
അപ്പൊ എങ്ങനെ ടീച്ചേഴ്സിന് അറിയാം നിങ്ങൾ ഏത് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആണ് എഴുതുന്നത് എന്നുള്ളത്? അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ടെൻഷൻ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞു തരുന്ന ഇൻബിറ്റ്വീൻ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കുക. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം എഴുതാം കേട്ടോ. So next we are moving on to next type of question. ഇപ്പൊ ട്രിഗണോമെട്രി ഒക്കെ ചാപ്റ്റർ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ 9th വരെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ഒരു 10th ലെവലിൽ ട്രിഗണോമെട്രി വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ട്രിഗണോമെട്രി ചാപ്റ്റർ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ ക്ലാസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ പോയി കാണുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ ആയാലും ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയാലും നല്ല വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. If sin theta plus cos theta is equal to √2, prove that tan theta plus cot theta is equal to 2. 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം. ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത്. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ √2 ആണ് തന്നിട്ടുണ്ട്. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ 2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ തന്നിട്ടുള്ളത് ഒന്ന്, ചോദിച്ചിട്ടുള്ളത് വേറെ ഒന്ന്. ഇവിടെ സൈനും കോസും ആണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടാനും കോട്ടും ആണ്. പക്ഷെ നമുക്കൊരു അറിയാം, സൈൻ ബൈ കോസ് എന്താണ്, ടാൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ടാനിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ തന്നിട്ടുള്ള ഈ കണ്ടീഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു √2. നമ്മൾ ത്രൂ ഔട്ട് കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്തായി, ടാൻ തീറ്റ ആയി. കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആയി. √2 ബൈ കോസ് തീറ്റ ഇറ്റ് ഇസ് √2 സീക് തീറ്റ. ഓക്കെ, വന്നു, ടാൻ വന്നു കഴിഞ്ഞു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ സീക്കിനെയൊക്കെ മാറ്റിയിട്ട് കോട്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് വി ആർ സ്ക്വയറിങ്. നമുക്ക് ഇവിടെ √2 ആണ്, ഇവിടെ എന്താണ് 2 ആണ്. അപ്പൊ ആ 2ലേക്ക് ആദ്യം നമുക്ക് എത്താൻ നോക്കാം. ആ 2ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, √2നെ സ്ക്വയർ ചെയ്യണം. സോ വി ആർ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് ഇസ് tan theta plus 1 the whole square is equal to √2ന്റെ സ്ക്വയർ 2 തന്നെ, 2 sec square theta എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് tan theta plus 1 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് tan square theta plus 2 tan theta plus 1 അല്ലേ. tan square theta plus 2 tan theta plus 1 is equal to നമുക്ക് എന്ത് കിട്ടി, 2 sec square theta എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മൊത്തം ടാനിന്റെ ടേം ആണ്, ഇവിടെ മൊത്തം സീക്കിന്റെ ടേം ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സീക്കിന്റെ ടേമിനെയും കൂടെ നമ്മൾ ടാനിന്റെ ടേമിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ് 1 ആണ്. ഓർ സീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലെ. സോ വി ആർ റീപ്ലേസിങ് ദ സീക് സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, നെക്സ്റ്റ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റ പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 2 ടാൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു. എന്താണ് ചെയ്തത്, സീക് സ്ക്വയറിനെ ടാൻ സ്ക്വയറിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ജസ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ടാൻ തീറ്റ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേംസിനെയും വേറൊരു സൈഡിലേക്ക്, ദാറ്റ് ഇസ് വി ആർ ടേക്കിംഗ് ഓൾ ദീസ് ടേംസ് ടു ഹിയർ. 2 പ്ലസ് 2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1.
ദാറ്റ് ഈസ് 2 മൈനസ് 1 എന്താണ് 1 ആണ്. 2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ് പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് 2 ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ ഏകദേശം ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബിക്കോസ് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ടാൻ തീറ്റ നമ്മൾ എന്ത് ചെയ്താൽ മതി, കളഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഇഫ് വി ആർ ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ വിത്ത് ടാൻ തീറ്റ നമുക്ക് എന്താണ് കിട്ടുക, 2 ഇസ് ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ എന്താണ് കോട്ട് തീറ്റ ആണ്. ടാൻ സ്ക്വയർ തീറ്റ ബൈ ടാൻ തീറ്റ എന്താണ്, ഒരു ടാൻ തീറ്റ ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, കോട്ട് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ട്രിഗണോമെട്രി ചാപ്റ്റർ. ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി തന്നെ ചെയ്തു പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നല്ല, കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വെച്ച് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപരിചയവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കുറേ ക്വസ്റ്റ്യൻ ബാങ്ക്സിലായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാനിവിടെ ചെയ്യിപ്പിക്കുന്നില്ല. If x sin cube theta y cos cube theta equal to sin theta cos theta and x sin theta is equal to y cos theta, prove that x square plus y square is equal to 1. 2019, 2013, 2040 ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു മോഡൽ എക്സാമിനോ പീരിയോഡിക് എക്സാമിനോ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പഴക്കമുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പുതിയതായി വീണ്ടും ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 കിട്ടുന്നുണ്ടോ എന്നാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഐ എം മാർക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ആസ് ഇക്വേഷൻ 2. നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ആൻസർ ഷീറ്റിലേക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയതിന് ശേഷം അത് ഇക്വേഷൻ 1 ആയിട്ടും അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ 2 ആയിട്ടും റെപ്രസെന്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നെ മാച്ച് എഴുതുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം അങ്ങനെ എഴുതണം കേട്ടോ. സോ ഇക്വേഷൻ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. നിങ്ങൾക്ക് ഇത് നേരെ തിരിച്ച് ചെയ്യാം കേട്ടോ. വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചെയ്യാം. ഞാൻ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിക്ക് ചെയ്യാണ്. സോ ഐ ഗോട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആസ് വൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഇംപ്ലൈസ് എക്സിന് പകരം വൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് അവിടെ ഒരു സൈൻ ക്യൂബ് തീറ്റയും കൂടെ ഉണ്ട്, ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷനിൽ 2 വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിനെ വൈൻ്റെ ടേംസിലാണെങ്കിൽ വൈൻ്റെ എക്സിൻ്റെ ടേംസിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു സിംഗിൾ വേരിയബിൾ ആയി മാറിക്കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, ആർ ഇറ്റ് ഈസ് വൈ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഈ ഒരു സൈൻ തീറ്റയും ഈ ഒരു സൈൻ ക്യൂബ് തീറ്റയും കട്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ
പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് വൈ കോസ് തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റയിൽ നിന്ന് വൈ കോസ് തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. Sin square theta plus cos square theta, it is again 1. So, y cos theta into 1 is equal to sin theta cos theta എന്ന് വന്നു കഴിഞ്ഞു. Okay. Or it is y is equal to, ഇവിടെ y ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It is sin theta by cos theta division cos theta. or cos theta ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ y is equal to നമുക്ക് എന്ത് കിട്ടി? sin theta എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ y കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x കണ്ടുപിടിക്കണം. നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ a ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ a ഇംപ്ലൈസ് x is equal to y-ന് പകരം sin theta കൊടുക്കുക. sin theta into cos theta by sin theta. sin theta ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ x is equal to cos theta എന്നും കിട്ടി. ഓക്കെ, or if we are doing x square plus y square, that is x എന്താണ്? cos ആണ്. അപ്പോൾ cos square theta plus sin square theta. y എന്താണ്? sin ആണ്. so y square sin square theta ആയി. cos square theta plus sin square theta എന്താണ്? 1 ആണ് അല്ലേ? ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? x square plus y square 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. therefore x square plus y square is equal to 1. hence proved. ഇത്രയും കൂടെ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനായിട്ട്? നിർത്താനായിട്ട്. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, കണ്ടോ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക, ജസ്റ്റ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.